ലക്ഷ്യത്തിലെത്താൻ എന്താ വഴിയെന്ന് ചിന്തിക്കും. കഴിയുന്നത്രയും പെട്ടെന്ന് ദേവനെ നിന്റെ സ്വന്തമാക്ക്. അതിനാദ്യം ഈ കല്യാണം തടസ്സമില്ലാതെ നടക്കണം. കല്യാണം എന്തായാലും നടക്കുന്ന ഉറപ്പാ. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. വീട്ടിലെല്ലാരും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ. അപ്പൊ അതിനെന്ത് തടസ്സം ഉണ്ടാവാനാ? പക്ഷേ ദേവനുമായിട്ടുള്ള കല്യാണത്തെക്കാളും ദേവൻ എന്നെ ആത്മാർത്ഥമായി സ്വീകരിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൻ നിന്റേത് മാത്രമല്ലേ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കഴുത്തിലൊരു താലി കെട്ടിച്ചതുകൊണ്ട് ഭാര്യയാവാൻ പറ്റുമായിരിക്കും. പക്ഷെ അവന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഞാൻ അവന്റെ സ്വന്തമാവൂ. അല്ലെങ്കിൽ ഈ ബന്ധത്തിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. ആദ്യ കല്യാണം ഒന്നും നടക്കട്ടെ ആരാധ്യേ. ഭാര്യയുടെ സ്ഥാനം നേടിയെടുത്ത പിന്നെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുന്നത് നിഷ്പ്രയാസം നടക്കും. അതാ നിങ്ങളുടെയൊക്കെ തെറ്റ്. ദേവന്റെ മനസ്സിൽ വൈദേഹി ഉള്ളിടത്തോളം കാലം അവൻ എന്റെ കഴുത്തിൽ താലി പോലും കെട്ടില്ല. നിന്റെ ചിന്തയിലാണ് ആരാധ്യ തെറ്റ്. ദേവൻ അവന്റെ പ്രണയത്തിന് കൊടുക്കുന്ന അതേ വില സ്വന്തം കുടുംബത്തിനും കൊടുക്കുന്നവനാ. നിന്റെ കഴുത്തിൽ താലി കയറട്ടെ. ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് നിന്റെ ആദ്യത്തെ ലക്ഷ്യം അതാവട്ടെ. ഊർമിളെ, ദേവന്റെ മനസ്സിൽ സ്ഥാനം കിട്ടിയില്ലെങ്കിലും കല്യാണം കഴിച്ചാൽ മാത്രം മതിയെന്നാ? അല്ല, അത് മാത്രം പോരെ. അതുകൊണ്ട് നിങ്ങൾക്കാണ് ലാഭം, അല്ലാതെ എനിക്കെന്താ? ലാഭോ? നിങ്ങളുടെ കല്യാണം നടന്നാൽ ഞങ്ങൾക്ക് എന്ത് ലാഭം? ഞാനൊരു വിവരമില്ലാത്ത ലോയർ ആണെന്ന് കരുതി ഊർമിളെ. ദേവൻ ഒരിക്കൽ എന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാ ഇവിടുത്തെ രാജാവാകാനുള്ള പദവിയില്ലേ, അതിനവൻ യോഗ്യതയില്ലാത്തവനായി തീരും. അതോടെ അത് ഈ വരുണിന്റെ കയ്യിലിരിക്കും. ഈ ട്രസ്റ്റും ആസ്തിയൊക്കെ നിങ്ങളുടെ അധികാരത്തിന്റെ കീഴിലെത്തും. എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്റെ സ്വപ്നമായി മാത്രം അവശേഷിക്കും. എനിക്ക് വേണ്ടത് അതൊന്നുമല്ല. ദേവന്റെ മനസ്സിലാണ് എനിക്ക് ആദ്യം സ്ഥാനം വേണ്ടത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിനാദ്യം ദേവന്റെ മനസ്സിൽ നിന്ന് വൈദേഹി മാഞ്ഞു പോണം, അല്ലെങ്കിൽ മായ്ച്ചു കളയണം. ഇതിൽ നിന്ന് നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം ദേവന്റെ മനസ്സിൽ നിന്ന് വൈദേഹി ഒഴിയണം. അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇവളാള് പെശകാണല്ലോ ഊർമിളെ. കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തി കല്യാണം കഴിക്കാനുള്ളതിന് മനസ്സും ആത്മാർത്ഥതയൊക്കെ ആലോചിച്ചോണ്ടിരിക്കണ. അവള് കാര്യമായിട്ട് പറഞ്ഞതാ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. നമുക്കിതിൽ എന്ത് ചെയ്യാനാ? എനിക്ക് മനസ്സിലായില്ല. വൈദേഹി ഇവിടുന്ന് പുറത്താക്കാനാ അവള് പറഞ്ഞ. അങ്ങനെയാണോ? അങ്ങനെ അവൾ എപ്പ പറഞ്ഞു? അവളൊരു വക്കീല. ഒന്നും അവള് ഡയറക്റ്റ് പറയില്ല. നമ്മൾ വേണം മനസ്സിലാക്കാൻ. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. വൈദേഹി ഇവിടെ തന്നെ നിന്നാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദേവന്റെ മനസ്സിൽ കയറിക്കൂടാൻ നോക്കും. ഈ കല്യാണം മുടക്കാനും അവള് ശ്രമിക്കും. അതുണ്ടാവരുത്. അവർ കതിർ മണ്ഡപത്തിൽ കയറുന്നതുവരെ വൈദേഹി ഈ വീട്ടിൽ നിന്നും മാറ്റി നിർത്തണം. മോളിലേക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസം പറഞ്ഞയക്കാം, പക്ഷെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പാടാ. നിക്കവിടെ. ഈ തുണിയൊക്കെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? ദേവൻ സാറിന്റെ തുണികളാണ് ചേച്ചി. തേച്ചെടുത്ത് കൊണ്ടുവരാൻ കൊണ്ടുപോവാ. ദേവേട്ടിന്റെ തുണികളൊക്കെ ഞാൻ തേച്ച് മടക്കിക്കോളാം. അയ്യോ, അത് വേണ്ട ചേച്ചി. പിന്നെ എന്നെ അതിന് ചീത്ത പറഞ്ഞാലോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒന്നും പറയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഞാനിത് പിടിച്ചു മേടിച്ചതാന്ന് പറഞ്ഞേക്ക് ലക്ഷ്മി. ഇനി ദേവേട്ടിന്റെ തുണികൾ ആരും തൊട്ടു പോവരുത്.
വൈദേഹി, വൈദേഹി, നിക്കേ. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആൾക്കാരില്ലേ? എന്ത് പറ്റി ദേവേട്ടാ? എന്തു പറ്റിയെന്നോ? നീ ആരാന്നും എന്താ ചെയ്യുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്റെ ദേവേട്ടന്റെ മുറപ്പെണ്ണാ ഞാൻ. ഈ ശ്രീമാന്റെ ശ്രീമതി. ഈ ഭർത്താവിന്റെ തുണികൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ. അതിനിപ്പോ എന്താ? അതല്ല ഞാൻ പറഞ്ഞേ. നീ ഈ വീട്ടിലെ മഹാറാണിയാ. അത് നീ മറക്കാൻ പാടില്ല. ഇതൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല വൈദേഹി. ഞാൻ ഇവിടുത്തെ മഹാറാണിയാണെങ്കിൽ സാറ് മഹാരാജനല്ലേ? രാജാവിനെ പരിചരിക്കേണ്ടത് റാണിയുടെ മാത്രം ഉത്തരവാദിത്വം. എന്റെ ദേവേട്ടനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും ഈ മഹാറാണി എന്ന വിളിയേക്കാളും എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നതാ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ദേവേട്ടന്റേതായ എല്ലാ ജോലികളും ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിലും വലിയ രാജയോഗമൊന്നും എനിക്ക് വേറെ കിട്ടാനില്ല. കേട്ടല്ലോ? ഞാൻ എന്ത് പറയാനാ? എന്റെ വൈദേഹിയുടെ സ്നേഹത്തിന് അതിരില്ല എന്ന് പറയേണ്ടി വരും. എനിക്ക് നിന്റെ ഈ സ്നേഹം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ എന്ത് ഇഷ്ടാന്നറിയോ? അയ്യോ, എന്താ പറ്റിയേ? ഇത് കണ്ടില്ലേ? ഈ കറ എന്താ പോവാത്ത ദേവേട്ടാ? ആദ്യം ഇത് വാഷിംഗ് മെഷീനിലിട്ടു, എന്നിട്ടും പോവാണ്ടിരുന്നപ്പോ കൈ വെച്ച് കഴുകിയതാ. പിന്നെയും പോയില്ല എന്ന് കണ്ടപ്പോ നാരങ്ങ നീര് ഒഴിച്ചു. ഉണങ്ങി കഴിയുമ്പോ പോവുന്നാ വിചാരിച്ചെ, എന്നിട്ട് ഇത് പോയില്ല ദേവേട്ടാ. അതവിടെ ഇരുന്നോട്ടെ വൈദേഹി. ചില കറകളൊക്കെ നല്ലതാ. കറകൾ എങ്ങനെയാ നല്ലതാവാ? ദേവേട്ടൻ എന്തേ പറയുന്നേ? മധുരിക്കുന്ന ഓർമ്മകളെ അവശേഷിപ്പിക്കുന്നതൊക്കെ നല്ലതല്ലേ? ഈ കറയിൽ എങ്ങനെ മധുരിക്കുന്ന എന്ത് ഓർമ്മയാ ഉള്ളത്? പുരുഷന്റെ ഷർട്ടിന്റെ നെഞ്ചിന്റെ ഭാഗത്തുള്ള സിന്ദൂരത്തിന്റെ പാട് അവന്റെ ഭാര്യയ്ക്ക് അവനോടുള്ള സ്നേഹത്തിന്റെ അടയാളമല്ലേ? അതെങ്ങനെ? അതെങ്ങനെയാന്നൊക്കെ ചോദിച്ചാ ഇങ്ങ് വാ പറയാം. അയ്യോ, ആരെങ്കിലും കാണില്ലേ? എന്താ ദേവേട്ട ഇതെല്ലാം? നേരത്തെ ഞാൻ പുറകിന്ന് കെട്ടിപ്പിടിച്ചപ്പോ ഇവിടെ ഒന്നും ആരും കാണാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും കാണില്ല. ഇങ്ങ് വാ. ഇത് കണ്ടോ? ഇതുപോലെ എത്ര കട്ടിക്ക് സിന്ദൂരം പടർന്നിട്ടുണ്ടോ അത്രയും സ്നേഹമുണ്ടെന്നാണ് അർത്ഥം. ഇത് നോക്കിയാ ഭാര്യ ഭർത്തൃ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും എല്ലാ ഷർട്ടിന്റെയും പോക്കറ്റിന്റെ അടുത്ത് കറ. ഞാൻ കരുതിയത് പുറത്തുനിന്ന് എവിടുന്നോ കറയും പറ്റിച്ചോണ്ട് വന്നതായിരിക്കുന്നു. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. എന്നാലേ പണി നടക്കട്ടെ. എന്താ പൊള്ളിയല്ലോ? ഇതൊക്കെ നോക്കി ചെയ്യേണ്ട വൈദേഹി. ഇപ്പൊ കണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടാ ഈ പണിയൊന്നും നിന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഓരോന്നൊപ്പിച്ചോണ്ട് വന്നോളൂ അവള്.
ഇപ്പൊ കൈ പൊള്ളിയപ്പോ സമാധാനമായല്ലോ. അതും നല്ലതല്ലേ ദേവേട്ടാ? എങ്ങനെ ഇങ്ങനെ കൈയും പൊള്ളിച്ച് നിന്നോണ്ട് അത് നല്ലതാണെന്ന് പറയേ? അതെല്ലോ, അതുകൊണ്ടല്ലേ എന്റെ ദേവേട്ടന്റെ സ്നേഹം എനിക്കിങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് വൈദേഹി? ദേവേട്ടന്റെ ചുണ്ടുകളുടെ ചൂടില് പൊള്ളലിന്റെ വേദനയൊക്കെ പോയി ദേവേട്ട. ഇപ്പൊ എനിക്ക് ഒരു നീറ്റലും ഇല്ല. ആക്ച്വലി അത് ദേവാ, നിന്നെ ആരാധ്യ വിളിക്കുന്നുണ്ട് ദേവാ. എന്തിന്? ഡ്രസ്സസ് ഒക്കെ വന്നിട്ടുണ്ട്. സൈസ് കറക്റ്റ് ആണോ എന്ന് ഇട്ടു നോക്കിയാലല്ലേ പറയാൻ പറ്റൂ. അങ്ങോട്ട് ചെല്ല്. ഡ്രസ്സസോ? എന്താ ദേവാ ഇതൊക്കെ? നീ മറന്നുപോയോ? അതോ ഇപ്പൊ ചിന്തകളിലൊക്കെ വേറെ ആരെങ്കിലും കടന്നുകൂടിയോ? നാളെ നിന്റെ എൻഗേജ്മെന്റ് ആണ്. അതിന്റെ ഡ്രസ്സസാ വന്നിരിക്കുന്നത്. നീ ഒന്ന് ചെന്ന് ഇട്ടു നോക്കിയാ സൈസിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാലോ. അതുമാത്രമല്ല, ഈ ഡ്രസ് ഇട്ടുകൊണ്ട് നീയും ആരാധ്യ ഒന്നിച്ചു നിൽക്കുന്നത് ഒന്ന് കാണണമെന്നുണ്ട്. അവരവരുടെ ഡ്രസ്സസ് മാത്രം ഇഷ്ടപ്പെട്ടാ പോരല്ലോ. രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുമ്പോ ഡ്രസ്സിനും മാച്ചിങ് ഉണ്ടാവണം. അതുകൊണ്ടാ. നീ അങ്ങോട്ട് പോയേ. എന്താ നോക്കുന്നേ? ചെല്ല്, പെട്ടെന്ന് ചെല്ല്, നടക്ക്. ഹലോ, രാജു. എന്താ? കണ്ണീന്നൊരു പുഴ തന്നെ ഒഴുകി വരുന്നുണ്ടല്ലോ. എൻഗേജ്മെന്റ് ഡ്രസ്സസ് വന്നു പറഞ്ഞപ്പോഴേ ഇങ്ങനെ കണ്ണീരൊഴുക്കിയാൽ എങ്ങനാ? നാളെ അവൻ അവളുടെ കഴുത്തി താലി കെട്ടുമ്പോ ഇനി എത്ര കരയാനുണ്ട്. അയ്യോ, ഇതെന്താ പെട്ടെന്ന് ജോലിക്കാരിയുടെ കഥാപാത്രത്തിലേക്ക് മാറിയോ? ഭാര്യയുടെ പോസ്റ്റ് കിട്ടാതായപ്പോ പണിക്കാരിയുടെ പോസ്റ്റിലേക്ക് സെറ്റിൽ ആവാന്ന് കരുതി കാണും. ഞാൻ എന്തിനു വേണ്ടി ഇവിടെ നിൽക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയാലോ. അതിന്റെ പേരിൽ എനിക്ക് വേറെ ദുരുദ്ദേശം ഒന്നുമില്ല. പക്ഷെ ചേച്ചി എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ഒരു തവണയെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തെന്നാടി പ്രസംഗിക്കുന്നേ? പ്രസംഗിച്ചതല്ല ചേച്ചി, സത്യം പറഞ്ഞതാ. എന്നെ ഇങ്ങനെ പുറത്താക്കണമെന്ന് ചിന്തിക്കുന്നതിനിടയ്ക്ക് ചേച്ചി എന്നോ പുറത്തായെന്നുള്ള സംഗതി മറന്നുപോയല്ലേ? ഞാൻ എവിടുന്ന് പുറത്തായെന്ന? ഞാനാ ഈ വീട്ടിലെ മൂത്ത മരുമോള്. മൂത്ത മകന്റെ ഭാര്യയാവാൻ സാധിക്കാത്തവർക്ക് എങ്ങനെ മൂത്ത മരുമകളാവാൻ സാധിക്കും?
ഞാനും ഇപ്പൊ ഇതേ വീട്ടിൽ തന്നെയാ നിൽക്കുന്നത്. പക്ഷേ ഈ വീട്ടിലെ മരുമോളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ വീടുമായിട്ട് ബന്ധം ഇല്ലാതാവുന്നത് നമ്മുടെ ബന്ധം ഈ വീട്ടുകാരെ തിരിച്ചറിയാതാവുമ്പോഴാ. അപ്പൊ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ. ഇപ്പോഴും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോടി. ഇവിടെ നിന്നെ ഞാൻ നിർത്തുമെന്ന് കരുതണ്ട. ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കിയിട്ടേ ഞാൻ അടങ്ങൂ. ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. എപ്പോഴും പറയാനുള്ളത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ചേച്ചി. ഇനി ഒരിക്കൽ മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുള്ളൂ. അത് ഞാൻ മരിച്ചതിന് ശേഷമായിരിക്കും. കണ്ടില്ലായിരുന്നോ എന്നെ ഇവിടുന്ന് തല്ലി ഓടിച്ചവര് തന്നെ അടുത്ത ക്ഷണം വിളിച്ചോണ്ട് വരെയും ഇവിടെ തന്നെ നിക്കണമെന്ന് പറയുകയും ചെയ്തത്? അതിന്ന് തന്നെ മനസ്സിലായില്ലേ ഈ വീടുമായിട്ടുള്ള എന്റെ ബന്ധം എങ്ങനെയുള്ളതാണെന്ന്? ആർക്കും അത് തകർക്കാനാവില്ല. തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത് പെർമനന്റ് ആയിട്ട് നിർത്താനാന്ന് കരുതിയോ? ആ ഭ്രാന്തിത്തള്ള ഉള്ളിടത്തോളെ ഉണ്ടാവും. അവര് പോയി കഴിഞ്ഞാ എന്താ പറഞ്ഞേ? അവരുടെ ഭ്രാന്തും മാറിക്കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ളവരെ പോലെ ശാന്തിച്ചെറിയമ്മയും നീ വൈദേഹി അല്ല എന്നുള്ളത് തിരിച്ചറിയും. അതോടെ വീണ്ടും ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് നരകവും ആയിരിക്കും. നാളെ നിന്റെ കൺമുമ്പിൽ വെച്ച് ദേവന്റെ എൻഗേജ്മെന്റ് നടക്കും. ആരാധ്യയുടെ ചെറുവിരലിൽ ദേവൻ മോതിരമണിയിക്കുന്നതോടെ നിന്റെ ഓർമ്മകളും അവന്റെ മനസ്സിൽ നിന്ന് മായും. എന്താ ഓർമ്മയിലേച്ച് പറഞ്ഞേ? എന്റെ ഓർമ്മകൾ മാഞ്ഞു പോകുന്നോ? എന്ന് വെച്ചാ ഞാൻ വൈദേഹിയാണെന്ന് സമ്മതിച്ചല്ലേ? ഏയ്, ഞാനെപ്പോഴാ സമ്മതിച്ച്? അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്ന് ഈ വെപ്രളത്തിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ പേടി മാത്രം മതി. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുമെന്ന് എനിക്ക് വിശ്വാസമായി കഴിഞ്ഞു. ഛേ, അറിയാതെ എന്തോ പറഞ്ഞുപോയി. ഊർമിളേച്ചി, എന്റെ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞിട്ട് ആരാധ്യയുടെ വിരലിൽ മോതിരണിയിക്കാന്നോ? നമ്മൾ തമ്മിലൊരു ചെറിയ പന്തയം. എന്നോട് പന്തയം വെച്ച് കളിക്കുന്നു? എന്താടി? നാളെ എന്റെ ദേവേട്ടന്റെ വിരലിൽ ആരാധ്യ മോതിരം അണിയിച്ചാൽ ഊർമിളേച്ചി ആഗ്രഹിച്ചതുപോലെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വൈശാലിയായി ജീവിച്ചോളാം. വൈശാലിയായി തന്നെ മരിക്കുകയും ചെയ്യും. ഇത് കൊള്ളാം. ഇതിന് ഞാനും റെഡിയാ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നീട് വാക്കുമാറ്റിയേക്കരുത്. എന്നാ നാളെ തന്നെ ഇറങ്ങാൻ തയ്യാറായി ഇരുന്നോണം. നാളെ എന്റെ ദേവേട്ടന്റെ വിരലിൽ ആരാധ്യ മോതിരം അണിയിച്ചാൽ ഊർമിളേച്ചി ആഗ്രഹിച്ചതുപോലെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വൈശാലിയായി ജീവിച്ചോളാം. വൈശാലിയായി തന്നെ മരിക്കുകയും ചെയ്യും. എന്തിനാ ഊർമിള വിളിപ്പിച്ചേ? നീ എന്തോന്ന് എത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നേ? വൈദേഹി എന്നോടൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ദേവന്റെ ആരാധ്യയുടെ നിശ്ചയം നടത്തിക്കില്ല അത്രേ. ആരാധ്യ അവന്റെ കയ്യിൽ മോതിരമിട്ട പിന്നെ അവള് വൈശാലിയായിട്ട് ജീവിച്ചോളാം, വൈശാലിയായിട്ട് മരിച്ചോളാന്നാ പറയുന്നത്. പിന്നെ ഈ വീട്ടിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കില്ലെന്ന്. അതെന്തായാലും അടിപൊളിയാണല്ലോ. ഈ അവസരം നമ്മൾ മുതലെടുക്കുക തന്നെ വേണം. നാളെ ഈ എൻഗേജ്മെന്റ് നടന്നു കിട്ടിയാ വൈദേഹിയുടെ ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ. പക്ഷെ വൈദേഹി ഇവിടെ തന്നെ നിന്ന് അവളെ നിശ്ചയം നടത്താൻ അനുവദിക്കില്ല. എന്തുകൊണ്ട് അനുവദിക്കില്ല? ഗുരുക്കൾ തന്നെ പറഞ്ഞിട്ട് പോയില്ലേ, വല്യമ്മയും വല്യച്ഛനും ഇന്ദു അമ്മയും എല്ലാവരും ഇതിന് സപ്പോർട്ടാണല്ലോ. ഇപ്രാവശ്യം ഇത് തടസ്സപ്പെടുന്നു വിചാരിക്കേ വേണ്ട. അവള് പേടിപ്പിക്കാൻ പറഞ്ഞതാവും. ആദ്യം തൊട്ട് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. പറഞ്ഞത് എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? ഇപ്രാവശ്യം അതുപോലെ തന്നെ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവളെ നിശ്ചയം മുടക്കാൻ നോക്കൂ. നോക്കുകയല്ല, അവൾ ഉറപ്പായിട്ടും മുടക്കും. എന്നാ നമ്മളെന്താ